മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കീഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. നമസ്കാരം, ഞാൻ അധ്യാത്മിക ഷിജോ. എല്ലാവർക്കും മലയോര എക്സ്പ്രസ് ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് രാജ്യം. രാജ്യത്തെ 1 കോടി യുവജനങ്ങൾക്ക് ഡിജിറ്റൽ വിപ്ലവമായ AIL വിദഗ്ധ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2047-ൽ രാജ്യം വികസിത ഭാരതമാകുമെന്നും 140 കോടി ജനതയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിനിടെ നാടകീയ രംഗങ്ങൾ. വന്ദേമാതരം ആദ്യ ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പൂർണ്ണമായും ആലപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഇടപെട്ടിട്ടും ഫലമുണ്ടായില്ല. സമൂഹത്തിൽ വർഗീയ ഭിന്നതയുണ്ടാക്കാനാണ് വന്ദേമാതരം മുഴുവനായും ആലപിക്കാൻ നിയമമുണ്ടാക്കുന്നതെന്നായിരുന്നു പാർലമെന്റിൽ കോൺഗ്രസിന്റെ നിലപാട്. വന്ദേമാതരം ആലപിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. ജനഗണമന എന്ന ദേശീയ ഗാനം മാത്രമാണ് ആലപിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യ എന്ന വികാരം കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിച്ച് പുതുയുഗ കേരളത്തിനായി ഒറ്റക്കെട്ടായി മുന്നേറാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതുയുഗ കേരളം എന്നത് വെറും വാക്കല്ല, യാഥാർത്ഥ്യമാക്കാനുള്ള ആശയമാണ്. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയും നിറഞ്ഞ കേരളമാണ് ഉയർന്നു വരേണ്ടത്. സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തി പ്രസംഗിക്കവെ അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ബോണസ് പരിധി VD സതീശൻ സർക്കാർ വർദ്ധിപ്പിച്ചു. 4500 രൂപ ബോണസും 20,000 രൂപ ശമ്പള അഡ്വാൻസുമാണ് അനുവദിച്ചത്. അഡ്വാൻസ് ഒക്ടോബർ മുതൽ 5 തുല്യ ഗഡുക്കളായി തിരിച്ചടയ്ക്കണം. ഇന്ന് അത്തം. പൂക്കളമിട്ട് ഓണാഘോഷത്തിന് തുടക്കം. തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. 26-നാണ് തിരുവോണം. 21-ാം തീയതിയിലെ ഓണാഘോഷത്തിനിടയിലുള്ള 8ാം ക്ലാസ് പരീക്ഷ അവധിക്ക് ശേഷം നടത്തും. ഓണാഘോഷ ദിവസത്തെ പരീക്ഷ മാറ്റണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. 21-ന് ഓണാഘോഷം നടത്തി അന്ന് സ്കൂളുകൾ അടയ്ക്കും. ഓഗസ്റ്റ് 31-നാണ് ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുക. കോഴിക്കോട് കോർപ്പറേഷനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ ദേശീയ ഗാനത്തോട് അനാദരം. ഔദ്യോഗിക ചടങ്ങിൽ പതാക ഉയർത്തിയ ശേഷം മേയറുടെ നേതൃത്വത്തിൽ LDF കൌൺസിലർമാർ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ മറുവശത്ത് BJP കൌൺസിലർമാർ വന്ദേമാതരം ചൊല്ലി. തങ്ങൾ വന്ദേമാതരം ആലപിക്കുന്നതിനിടെ ദേശീയ ഗാനം ആലപിച്ച് അനാദരം കാണിച്ചെന്ന് BJP പോലീസിൽ പരാതി നൽകി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് KPCC ആസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പതാക ഉയർത്തി. പിണറായി കൺവെൻഷൻ സെന്ററിലെ MLA ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ വന്ദേമാതരവും ദേശീയഗാനവും പൂർണ്ണമായും ആലപിച്ചു. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരും ആവശ്യപ്പെടാതെയാണെന്നും സംഭവിച്ചത് സാങ്കേതിക പിഴവാണെന്നും മെറ്റ. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതടക്കമുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തതിൽ കേരള പോലീസ് വിശദീകരണം തേടിയിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി IIT റോപ്പാറുമായി സഹകരിച്ച് കേരളത്തിൽ 51 ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തിരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. അപേക്ഷ എയിംസ് പോർട്ടലിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T സിദ്ദിഖ് അറിയിച്ചു. പലിശരഹിത വായ്പ നൽകാനെന്ന പേരിൽ കണ്ണൂരിൽ 2017-ൽ ആരംഭിച്ച ഹലാൽ ഫായിദ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ CPM DYFI നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്ന് K സുധാകരൻ MP. ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് സുധാകരൻ പരാതി നൽകി. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ വീണ്ടും RSS വേദിയിൽ. തിരുവനന്തപുരം മണിവിളയിൽ സംഘടിപ്പിച്ച സങ്കൽപ് 2026 എന്ന പരിപാടിയിലാണ് മുഖ്യപ്രഭാഷകനായത്. ലോകത്തിലെ 60% മരുന്നുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എറണാകുളത്ത് അന്തർ സംസ്ഥാന ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 1 കോടിയിലേറെ രൂപ പിഴ ചുമത്തി.
ബസ്സുകളിലെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് 72 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പുലർച്ചെ 4 മുതൽ രാവിലെ 10 മണിവരെയാണ് പരിശോധന നടത്തിയത്. ഇവിടെ വരുമ്പോ എനിക്ക് തീരെ സുഖമില്ലേനു. അപ്പൊ ഇവര് തടവരെല്ലാം കൊണ്ട് കുറെ സുഖമായി, എല്ലാം വിധമെല്ലാം മാറി. കാല് തീരെ നടക്കാൻ കഴിയുന്നില്ലേനു. ഇപ്പൊ ഒരുവിധം എല്ലാം മാറി. ജീവനം കീഴൂർ ഇരിട്ടി. ഡിവൈഎഫ്ഐ പരിപാടിയിൽ ആർഎസ്എസിനെയും കേന്ദ്രത്തെയും വിമർശിച്ച് ഐഷി ഘോഷ്. ഭീതിയിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ അവർ നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ ജൻസി സമരം 12 വർഷത്തെ കേന്ദ്ര അടിച്ചമർത്തലിനെതിരായ പ്രക്ഷോഭമാണെന്നും കൂട്ടിച്ചേർത്തു. ദേശീയ പതാക ഗ്രില്ലിൽ കെട്ടിയ സംഭവത്തിൽ കൂത്താട്ടുകുളം സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫോർട്ട് കൊച്ചിയിൽ ആംബുലൻസിൽ നിന്ന് രോഗി റോഡിലേക്ക് തെറിച്ചു വീണു. സ്ട്രക്ചർ ബെൽറ്റും ഡോറിന്റെ ലോക്കും ഉപയോഗിക്കാത്തതാണ് അപകട കാരണം. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ലുങ്കിയുടുത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനെത്തി വി ടി ബൽറാം എംഎൽഎ. തൃത്താല പഞ്ചായത്തിലെ ചടങ്ങിലാണ് എംഎൽഎ ലുങ്കി ധരിച്ച് എത്തിയത്. വസ്ത്രധാരണത്തിനുൾപ്പെടെയുള്ള സ്വാതന്ത്ര്യത്തിനായി പോരാടണമെന്ന് ചിത്രം പങ്കുവച്ച് ബൽറാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഗുജറാത്തിലെ വൻതാരയിൽ നിന്ന് ഒരു ജോഡി സീബ്രകളെത്തുന്നു. പകരമായി ഒരു സിംഹവാലൻ കുരങ്ങനെയും രാജവെമ്പാലയെയും മൃഗശാലയിൽ നിന്ന് നൽകും. കെ ബി ഗണേഷ് കുമാർ എൻഎസ്എസിൽ നിന്ന് രാജിവെക്കണമെന്ന് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രമേയം പാസാക്കി. ഓച്ചിറയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ പീഡനത്തെ തുടർന്നാണെന്ന് പരാതി. കരുനാഗപ്പള്ളി ആലംകടവ് സ്വദേശി അഹമ്മദ് നജാദാണ് മരിച്ചത്. 4 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജനം ടിവിയുടെ സ്വാതന്ത്ര്യ ദിനാശംസാ കാർഡിൽ സവർക്കറെ മുൻപിലും മഹാത്മാഗാന്ധിയെ പിന്നിലും ചിത്രീകരിച്ചതിനെതിരെ കെഎസ്യു ഡിജിപിക്ക് പരാതി നൽകി. മഹാത്മാഗാന്ധിയെ അവഹേളിച്ചെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്രക്കാരൻ സീറ്റിൽ ചത്ത പാമ്പിനെ കണ്ടെന്ന് പരാതി. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനെത്തിയ വിനു വർഗീസാണ് പരാതി നൽകിയത്. റെയിൽവേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർണാടകയിലെ ചാമരാജനഗറിലുള്ള കാവേരി വന്യജീവി സങ്കേതത്തിലുണ്ടായ വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. മൃഗങ്ങളെ വേട്ടയാടാനായി എത്തിയവരെയാണ് വെടിവെച്ചതെന്ന് വനംവകുപ്പ്. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വനംവകുപ്പ് ഓഫീസ് കെട്ടിടവും ഉപകരണങ്ങളും അടിച്ചു തകർത്തു. പൊതു താൽപര്യമുള്ള ചോദ്യങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കണമെന്ന് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത്. സമൂഹത്തിൽ വ്യത്യസ്ത ആശയങ്ങളും അത് പ്രകടിപ്പിക്കാൻ വ്യത്യസ്ത വഴികളും ഉണ്ടാകും. എതിർപ്പുകൾ സ്വാഭാവികമാണ്. സർവശക്തിയുമെടുത്ത് അതിനെ പിന്തുണയ്ക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. എഐസിസി ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിൽ ന്യായീകരണവുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. വിഷയം വിവാദമാക്കേണ്ടതില്ല, മുഴുവൻ ചൊല്ലിയതിൽ പ്രശ്നമില്ല, പാർലമെന്റ് അംഗീകരിച്ച ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. എഐസിസി ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തടയാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശ്രമിച്ചെങ്കിലും മറ്റുള്ളവർ ആലാപനം തുടരുകയായിരുന്നെന്ന് ബിജെപി ഐടി സെൽ മേധാവി അമിത് മാളവ്യ. ദേശീയഗാനത്തെ അവഹേളിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം നിലവിൽ വന്നതിന്റെ ഫലമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിൽ സർക്കാരിന്റെ പദ്ധതികളെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെ പരിഹസിച്ച് വിജയ് ചോദിക്കാറുള്ള അച്ഛൻ എവിടെയെന്ന ചോദ്യത്തിന് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ നൽകിയ തിരിച്ചടി വിവാദമായി. നിയമസഭയിൽ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയാനാണ്, വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കൂ എന്ന അധിക്ഷേപ പ്രസംഗമാണ് വിവാദമായത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും അടങ്ങുന്ന മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡിലെ സർക്കാർ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്നവർ ഇന്ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോലങ്ങൾ കത്തിക്കും. ഓഗസ്റ്റ് 20-ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതി വളയുമെന്നും സമരക്കാർ അറിയിച്ചു. രാജ്യത്തെ സർക്കാർ ആശുപത്രികളിലെ സേവന നിലവാരം മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവുമായി സിജെപി പുതിയ പ്രചാരണം ആരംഭിച്ചു. പൊതുജനാരോഗ്യ രംഗത്ത് സമഗ്രമായ മാറ്റം ആവശ്യമാണെന്നും ചികിത്സാ സൌകര്യങ്ങളുടെ അഭാവം ജനങ്ങളെ ദുരിതത്തിലാക്കുന്നുവെന്നും അഭിജിത് ദീപ്കെ ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ നാദിയയിലെ സർക്കാർ സർക്യൂട്ട് ഹൌസിൽ നിന്ന് ഒഴിയണമെന്ന് അർദ്ധരാത്രി സർക്കാർ ആവശ്യപ്പെട്ടെന്ന് ബിജെപി പ്രവർത്തകരുടെ ഭീഷണി നേരിടുന്ന തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്ര. അക്രമാസക്തരായ ജനക്കൂട്ടത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട സർക്കാർ ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടത് മനുഷ്യത്വരഹിതമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപി. ഉത്തരാഖണ്ഡ് ചമോലിയിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കത്തിലുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 8 ടണലിനുള്ളിൽ 2 തൊഴിലാളികൾ കൂടി കിടക്കുന്നുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം മിന്നൽ പ്രളയത്തെ തുടർന്ന്
വെള്ളവും ചെളിയും ഇരച്ചു കയറിയാണ് തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിയത്. ഉത്തർപ്രദേശിലെ സംഭലിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് മേൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ് 8 വയസ്സുകാരൻ മരിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമായി രജിസ്റ്റർ ചെയ്ത 3 കൈക്കൂലി കേസുകളിൽ 6 റെയിൽവേ ഉദ്യോഗസ്ഥരെ സിബിഐ അറസ്റ്റ് ചെയ്തു. പ്രതികളുടെ ഓഫീസുകളിലും വസതികളിലും നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പണവും മറ്റു രേഖകളും സിബിഐ പിടിച്ചെടുത്തു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയിരുന്നില്ലെങ്കിൽ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം ചേരാൻ സമരം ചെയ്യുമായിരുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. സംസ്ഥാന പദവിയും ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും തിരികെ നൽകാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അരുണാചലിലെ ദിബാംഗ് താഴ്വരയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 4 പേർ മരിച്ചു. 5 സൈനികരെ കാണാതായി. സൈനിക ക്യാമ്പ് ഒലിച്ചുപോയതാണ് ദുരന്തത്തിന് കാരണം. ഇറാനെ തോൽപ്പിച്ചാൽ ഉടൻ ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ട്വീറ്റ് കൊണ്ടോ വിമാനവാഹിനി കപ്പൽ കൊണ്ടോ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ സൈന്യം സ്വന്തം രാജ്യത്തെ ബലൂചിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. ഗിദാർ ഗോഥൻ പ്രദേശത്ത് പാക് വ്യോമസേന മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ബലൂചിസ്ഥാനിലെ നേതാക്കൾ ആരോപിക്കുന്നത്. ഇന്തോനേഷ്യയിൽ തുടർ ഭൂചലനങ്ങൾ. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തി. 38 പേർ മരിച്ചു. ഇന്നലെ രാത്രി 10ഓടെ റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഭൂചലനവും ഉണ്ടായി. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലാണ് ഭൂകമ്പമുണ്ടായത്. ശാശ്വത സമാധാന ഉടമ്പടിക്കായി ഉത്തര കൊറിയയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്. കൊറിയയുടെ ദേശീയ വിമോചന ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മലയാളികളുടെ സ്വന്തം ക്രിക്കറ്റായ KCL സീസൺ 3യുടെ ഔദ്യോഗിക ടീം ലോഞ്ച് നാളെ തിരുവനന്തപുരത്ത് നടക്കും. കോവളം ഹോട്ടൽ ലീല റാവിസിൽ വൈകുന്നേരം 5:30 നടക്കുന്ന ചടങ്ങിൽ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 288-ന് 2 എന്ന ശക്തമായ നിലയിൽ. KL രാഹുൽ പരിക്കേറ്റ് മടങ്ങിയപ്പോൾ നായകൻ ശുഭ്മാൻ ഗിൽ നിരാശപ്പെടുത്തി. ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യയെ മികച്ച നിലയിൽ എത്തിച്ചത്. 131 റൺസെടുത്ത ദേവദത്ത് പടിക്കലും 27 റൺസെടുത്ത ഋഷഭ് പന്തുമാണ് ക്രീസിൽ.